ഹായ് മക്കളെ, അപ്പം 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ബേസിക് സയൻസിലെ നമ്മുടെ 9ാമത്തെ ചാപ്റ്ററായ ചേർക്കാം പിരിക്കാം അല്ലെങ്കിൽ മിക്സ് ആൻഡ് സെപ്പറേറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഇപ്പോൾ വന്നിട്ടുള്ളത്. നോക്കടാ, അപ്പം നമ്മുടെ ഒരു പദാർത്ഥത്തിലെ ഏറ്റവും ചെറിയ എല്ലാ ഗുണങ്ങളും, ആ പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഏറ്റവും ചെറിയ കണികേനെ നമ്മൾ എന്താ പറയുക? യെസ്, മക്കൾ ഉദ്ദേശിച്ചത്, മക്കൾ ആലോചിച്ചത് വളരെ ശരിയാണ്. എന്താടാ? തന്മാത്ര അല്ലെങ്കിൽ എന്താ പറയുക? തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ എന്നാണ് പറയുക. ഓക്കെ, തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ എന്ന് പറയാം. എന്താ? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണെന്ത്? തന്മാത്ര, അല്ലേ? ആ പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും എന്തിലുണ്ടാവും? ആ ചെറിയ കണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആ പദാർത്ഥത്തിൻ്റെ സ്വഭാവം, ഗുണം എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങൾ തന്മാത്രകളാൽ നിർമ്മിതമാണ്. ഓക്കെ, ഖരം, ദ്രാവകം, വാതകം ഈ 3 സ്റ്റേറ്റിലുള്ള പദാർത്ഥങ്ങൾ എന്തുകൊണ്ട് നിർമ്മിതമാണ്? തന്മാത്രകളാൽ നിർമ്മിതമാണ്. ഓക്കെ ആണല്ലോ. എന്താ മോളിക്യൂൾസ് എന്ന് പറഞ്ഞത്? മോളിക്യൂൾസ്, ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ദ സബ്സ്റ്റൻസ് റിറ്റെയിൻ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് മോളിക്യൂൾ. ഓക്കെ ആണല്ലോ. മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ, തന്മാത്ര എന്ന് പറഞ്ഞ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് എന്ത്? തന്മാത്ര. ഓക്കെ, തന്മാത്രേനെ പറ്റി പറഞ്ഞപ്പം അടുത്തത് എന്താ വരുന്നത്? ആ പാഠത്തിൽ മിശ്രിതമാണ് വരുന്നത്. എന്താ ഒരു മിശ്രിതം എന്ന് പറഞ്ഞാൽ? മിശ്രിതം അല്ലെങ്കിൽ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ, അല്ലേ? ഒരു ഇനമാണ് ഒരു തന്മാത്ര എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയതാ. അങ്ങനെ ഒന്നിൽ കൂടുതൽ തന്മാത്രകൾ, പല തരത്തിലുള്ള പല ഇനം തന്മാത്രകൾ ചേർന്ന പദാർത്ഥത്തിൽ പല തരത്തിലുള്ള തന്മാത്രകൾ ചേർന്ന ഒരു പദാർത്ഥത്തെ, ഓക്കെ, പലതരത്തിലുള്ള തന്മാത്രകൾ ചേർന്ന ഒരു പദാർത്ഥത്തെയാണ് നമ്മൾ എന്ത് പറയുക? മിശ്രിതം എന്ന് പറയുക. ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? മിശ്രിതം എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. ഇഫ് ദർ ആർ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾ, ഒരു ടൈപ്പ് മോളിക്യൂൾ അല്ല, പല തരത്തിലുള്ള തന്മാത്രകൾ പ്രസന്റ് ഇൻ എ സബ്സ്റ്റൻസ്, ഒരു പദാർത്ഥത്തിൽ പല തരത്തിലുള്ള എന്തുണ്ട്? മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ മിക്സ്ചർ. എന്താണ്? അതൊരു മിക്സ്ചർ ആണ് അല്ലെങ്കിൽ ഒരു മിശ്രിതമാണ് എന്ന് പറയും. ഓക്കെ, അപ്പൊ മിശ്രിതത്തിന് തന്നെ പ്രധാനമായിട്ടും എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്? യെസ്, രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതാ? ആദ്യത്തത് ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനസ് മിക്സ്ചർ. ഏകാത്മക മിശ്രിതം, പേര് തന്നെ ഉണ്ട് ഏകാത്മക മിശ്രിതം. എന്താ? ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെയാണ് നമ്മൾ എന്ത് പറയാ? ആ ഒരു മിശ്രിതത്തിന്റെ ഏത് പാർട്ടിൽ നോക്കിയാലും എല്ലാ ഭാഗത്തും ഒരേ ഗുണമായിരിക്കും. അതിനാണ് നമ്മൾ ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയാ. ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ്സ് ദ സെയിം പ്രോപ്പർട്ടി ത്രൂ ഔട്ട്, that mixture is called a homogeneous mixture. ഓക്കെ, അപ്പം രണ്ടാമത്തെ എന്താ? ആദ്യത്തെ ഏകാത്മകമാണെങ്കിൽ രണ്ടാമത്തെ എന്താ? ഭിന്നാത്മകമാണ്, ഹെട്രോജീനസ് മിക്സ്ചർ. എന്താ പറയുന്നത്? ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങൾ കാണിക്കുന്നു. നേരത്തെ ഏകാത്മക എല്ലാ സ്ഥലത്തും ഒരേ ഗുണമാണെങ്കിൽ ഇവിടെ എന്താ? വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ഗുണങ്ങളാണ്, സെപ്പറേറ്റ് കാര്യങ്ങളാണ്. ഒന്ന് നോക്ക്, ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെന്റ് പാർട്സ്, പല സ്ഥലങ്ങളിലും പല സ്വഭാവങ്ങൾ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കുന്നതാണ് നമ്മൾ എന്ത് പറയാ? ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെട്രോജീനസ് മിക്സ്ചർ. ഓക്കെ ആണല്ലോ. ഈ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർമ്മിക്കണം. തന്മാത്ര എന്താന്ന് ഓർമ്മിക്കണം, അതേപോലെ മിശ്രിതം എന്താന്ന് ഓർമ്മിക്കണം. മിശ്രിതത്തിന്റെ 2 തരങ്ങളും എന്ത് ചെയ്യണം? ഈ പാഠത്തിൽ എന്ത് ചെയ്യണം? മക്കള് ഓർമ്മിച്ച് വെക്കേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, ബൈ.